ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടാറ്റയുടെ കർവ് എന്ന് പറയുന്ന ഈ ഒരു EVയുടെ ഒരു വാക്ക് ഓൺ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ജോംസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ ഒരു വണ്ടി ഈ ഒരു കർവിൻ്റെ എംപവേർഡ് പ്ലസ് A55 എന്ന് പറഞ്ഞ ടോപ്പ് വേരിയന്റ് ആണ്. സ്റ്റിയറിംഗ് അസിസ്റ്റ് ഉണ്ട്, നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യാതെ വെഹിക്കിൾ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ ലൈൻ കീപ്പ് അസിസ്റ്റും അതുപോലെ ലൈൻ ഡീപാച്ച് വാർണിംഗും അങ്ങനെ കുറെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനും. ഇതാണ് നമുക്ക് ABS-ന്റെ ഓപ്ഷൻ. വണ്ടി ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് നമുക്ക് ഇത് ഓഫ് ചെയ്യാൻ പറ്റും. ഇത് സഡൻ ബ്രേക്കിംഗിന്റെ സിസ്റ്റം ആണ്. ഫോർവേഡ് കൊളീഷൻ വാർണിംഗ് പ്ലസ് ബ്രേക്കിംഗ്, എമർജൻസി ബ്രേക്കിംഗ്. അത് നമ്മൾ ചവിട്ടിയിലേക്ക് വണ്ടി ചവിട്ടും. ബാക്കിലുള്ള ആൾക്കാര് അത് അഡാസിന്റെ ഫീച്ചറാണ്. നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാൻ പറ്റൂലേ. പാസഞ്ചറിന്റെ എയർ ബാഗ് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ സിംഗിൾ പാസഞ്ചർ ആയിട്ട് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ അഡാസിന്റെ സെൻസർ താഴെ സെൻസേഴ്സ് ഉണ്ട്. ഓ വാവ്, നമ്മളെന്തെങ്കിലും ലഗേജ് ഒക്കെ വാങ്ങി എന്തെങ്കിലും വെക്കാനുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കാലിട്ട്. ഓക്കെ ഓക്കെ. ഈ വണ്ടിയുടെ ഒരു ഫ്രണ്ട് ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു പഞ്ചിന്റെ ഒരു ഷേപ്പ് ഒക്കെയാണ്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഒരു വലിയൊരു വണ്ടിയായിട്ട് ഫീൽ ചെയ്യും. ബാക്കിലത്തെ ഡിസൈൻ ആണ് കുറച്ചും കൂടെ ഒരു വെറൈറ്റി, ഒരു നല്ലൊരു ഡിസൈൻ. അവിടെ ഒരു കർവ് EV എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഒരു ടാറ്റയുടെ എംബ്ലം ഉണ്ട്. അതുകൂടാതെ അതിൻ്റെ ഒരു ടെയിൽ ലാമ്പും ആ ഒരു ബാക്കിലത്തെ ആ ഒരു ബ്ലാക്ക് കളർ ആ ഒരു ഡിസൈനും എല്ലാം ഒരു നല്ലൊരു ലുക്കാണ് വണ്ടിക്ക്. പിന്നെ ഇതിൻ്റെ മിറേഴ്സും കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക്കലി ഫോൾഡബിൾ ആണ്. അതിൻ്റെ താഴെ തന്നെ ആ ഒരു 360 ക്യാമറ വരുന്നുണ്ട്. അതിൽ തന്നെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഡോറ് ഓപ്പൺ ചെയ്യുന്ന ഹാൻഡിൽ ഇങ്ങനെ വിസിബിൾ ആയിട്ടല്ല, അതായത് ഒരു എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണിത്. നമ്മളിങ്ങനെ സ്വിച്ച് ഞെക്കുമ്പോൾ ജസ്റ്റ് ഒരു ലിവർ പുറത്തേക്ക് വരും. പിന്നെ രാത്രിയൊക്കെ നമുക്കത് കാണാൻ വേണ്ടി ആ ഒരു ലിവറിൻ്റെ അവിടെ ഒരു ലൈറ്റും വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഷാർക്ക് ഷേപ്പ് ഒരു ആൻറ്റിനയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു റൂഫ് ഒരു ബ്ലാക്ക് കളറാണ്. റിയർ ഗ്ലാസ്സിൽ ഒരു ഡീഫോഗർ വരുന്നുണ്ട്. പിന്നെ സൺറൂഫ് വരുന്നുണ്ട്. ഒരു പ്രൊജക്ടർ ടൈപ്പ് ഹെഡ് ലാമ്പ്. അതുപോലെ ഈ ഒരു ഫോഗ് ലാമ്പ് എന്ന് പറയുന്നത് കോർണറിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു നമ്മൾ കോർണർ ചെയ്യുന്ന സമയത്ത് പയ്യെ ഇങ്ങനെ ഡിം ആവുന്ന ടൈപ്പുള്ള ഒരു. പിന്നെ നൈറ്റ് ഒക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് കത്തും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടണലിലേക്കൊക്കെ കയറുകയാണ്, ഇപ്പോൾ ഈ ഇരുട്ടിലേക്ക് വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ലൈറ്റ് ഓൺ ആവും. ഓക്കെ, ഇത് രണ്ട് ഇത് വരുന്നേ. ഇത് നമ്മൾ നോർമൽ ചാർജിങ്, അതായത് അതിൻ്റെ നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യുന്നതെല്ലാം ഇതിലാണ് വരുന്നത്. അത് നമ്മൾ KSEBയിൽ നമ്മൾ അതിങ്ങനത്തെ സ്ലോട്ടാണ് താഴത്തുള്ളത്. KSEBയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് താഴത്തെ ഒരു സപ്പോർട്ടിങ് കണ്ണും കൂടി വരും. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഓപ്പൺ ചെയ്യണം. ഓക്കെ ഓക്കെ. നോർമൽ വീട്ടിൽ ചാർജ് ചെയ്യുന്നത് ഇത്. അതെ. ഓക്കെ, ഇത് ക്ലോസ് ആവണം എങ്ങനെയാ? ഇപ്പോൾ കൈ കൊണ്ട് ഫ്രണ്ടിലും ബാക്കിലൊക്കെ സെൻസർ വരുന്നത്. ഓപ്പണിങ് ഇങ്ങനെയാണ് വരുന്നത്. ക്ലോസിങ്ങോ? ഞെക്കിക്കേ. ഇതെന്താ? നമുക്ക് അവാസ് എന്ന് പറഞ്ഞൊരു
ഫീച്ചറാണ്. അത് ഒരു ആവാസ് 20 കിലോമീറ്റർ നമ്മൾ താഴെ പോകുമ്പോഴേ പെഡസ്ട്രിയൻസിനൊക്കെ കേൾക്കാൻ വേണ്ടി വോയിസ് ആണ്. വണ്ടി നോർമലി സൈലന്റ് ആണ്. വണ്ടിക്ക് വച്ചില്ലല്ലോ. ഇവിടെ ഫ്രണ്ട് നോക്കിയത് സ്റ്റോറേജ് വരുന്നത്. ഇത് 12 ലിറ്റർ. ഇത് ആക്സസറി ആയിട്ടാണ് വരുന്നത്. ഇത് എല്ലാ വണ്ടിയിലും ഇപ്പോൾ ഉണ്ടാവും ഈ ഒരു? ഇത് നമ്മൾ ആക്സസറി ആയിട്ട് വെക്കണം. 12 ലിറ്റർ ആണ്. ഓക്കെ. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട്? ഓക്കെ. റണ്ണിങ് ടൈമിൽ ഇത് വരില്ല. ഇതിപ്പോ ചാർജിങ്ങിന്റെ ഓപ്ഷൻ ആണല്ലേ. നെക്കുവാണെങ്കിൽ അവിടെ ഓപ്പൺ ആയിട്ട് വരും. ഫ്രണ്ടിലത്തെ അത് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച് അത്. പിന്നെ ഇതിന്റെ ഒരു അലോയ്സ് എയറോഡൈനാമിക് ആയിട്ടുള്ള ഡിസൈൻ ആണ്. ഒരു 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത് ഈ ഒരു വേരിയന്റിൽ. പിന്നെ ഈ വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ നല്ലൊരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. പിന്നെ ഈ ഒരു വേരിയന്റിലെ കളർ വരുന്നത് വൈറ്റ് കളറാണ്. ഒരു ക്രീം ഒരു കളറാണ് അകത്ത് വരുന്നത്. അതുപോലെ സ്റ്റിയറിംഗിൽ നമുക്ക് ടാറ്റയുടെ ഒരു എംബ്ലം വണ്ടി ഓൺ ആകുമ്പോൾ അതിനകത്ത് ഇങ്ങനെ തെളിഞ്ഞു വരും. പിന്നെ നമ്മുടെ സ്വിച്ചസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ടച്ച് ആണ്. നമുക്ക് വയർലെസ് ചാർജിങ്ങിന്റെ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി. ഇത് സ്പോർട്സ് മോഡ് എന്ന് പറയുന്ന മോഡാണ്. ഇത് നമുക്ക് മാക്സിമം പെർഫോമൻസ് ആയിരിക്കും വെഹിക്കിളിന്റെ കിട്ടുന്നത്. ഓക്കെ. ഇത് ഈക്കോ മോഡ്. ഇത് നമുക്ക് മാക്സിമം റേഞ്ച് കിട്ടാൻ വേണ്ടി നമ്മൾ സിറ്റി മോഡിലായിരിക്കും വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. നോർമൽ സിറ്റി മോഡിലായിരിക്കും കിടക്കുന്നത് അല്ലേ? പിന്നെ ഇവിടെ 360 ക്യാമറയുടെ ഓപ്ഷൻ. ഇത് 2D. നമുക്ക് ഓരോ ക്യാമ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് 3D വ്യൂ. ഇത് വെഹിക്കിൾ ടോട്ടലി കാണാൻ പറ്റും. ഓക്കെ. സൈഡെല്ലാം ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ പിന്നെ ഇത് നമുക്ക് ഫ്രണ്ടിലെ 2 വീലിൻ്റെ സൈഡ്, ബാക്കിലെ 2 വീലിൻ്റെ സൈഡ്. പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ. അതായത് നമ്മൾ അപ്പർ സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ടേ. ഓക്കെ. അപ്പോൾ ആ വ്യൂ നമുക്ക് ഇവിടെ കിട്ടും. ലെഫ്റ്റിലേക്ക് ഇട്ടാൽ അത് കൊള്ളാലോ പരിപാടി. പിന്നെ നമുക്ക് ഇവിടെ റീജൻ മോഡ് എന്ന് പറയുന്നത്. റീജൻ എന്ന് പറഞ്ഞ മോഡ് ഇവിടെ പ്ലസ് മൈനസ് പാഡിൽ ഷിഫ്റ്റിംഗ് പോലെ വരും. ഓക്കെ. അതിന്റെ യൂസ് എങ്ങനെ വരുന്നത്? ഇത് നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ലെവൽസ് ഉണ്ടോ 1 2 3 എന്ന് പറയുന്നത്. ഇപ്പൊ L3 നടക്കുന്നത്, അതായത് മാക്സിമം റീജൻ മോഡിലാണ്. അതായത് നമുക്ക് റേഞ്ച് നമ്മളത് മൈനസ് ചെയ്യുന്നതനുസരിച്ച് റേഞ്ചിൽ വ്യത്യാസം വരുന്നുണ്ടോ. 150 to 148 ആയതുണ്ടോ. നമ്മളിതിപ്പോ വെഹിക്കിളിൽ ഇപ്പൊ 3 ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് നമ്മൾ കാലെടുക്കുമ്പോൾ തന്നെ ഒരു പിടുത്തം പോലെ വരികയും ചെയ്യും, ബാറ്ററി ചാർജ് ആവുകയും ചെയ്യും ഓട്ടോമാറ്റിക്കലി. അതാണ് ആ റേഞ്ച് കൂടുതൽ കാണിക്കുന്നത്. നമുക്ക് ട്രാഫിക് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് ഇലിമിനേറ്റർ ലോഗോ. പിന്നെ നമുക്ക് ഇവിടെ നാവിഗേഷന്റെ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്തായിരിക്കും ആപ്പിൾ കാർപ്ലേ. നമുക്ക് ഇവിടെ വരുന്ന മാപ്പ് ക്ലസ്റ്ററിലേക്ക് ഇടാൻ പറ്റും. അത് അവിടെയും കിട്ടും. അത് കൊള്ളാലോ. പിന്നെ ഇതിൽ നമ്മുടെ AC-യുടെ കൺട്രോൾസ് ഒക്കെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ റിയർ AC ആണെങ്കിലും നമ്മൾ താഴെയുള്ള സ്വിച്ചസ് കൂടാതെ നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലും ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓൺ ദ AC. ഈ സൈഡിലും പിന്നെ ഡോറിലും എല്ലാം സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്പീക്കേഴ്സ്, പിന്നെ ഇവിടെ സ്പീക്കേഴ്സ്. മൂഡ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ സൈഡിൽ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ലൈറ്റ് ഇതേ. നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. മൂഡ് ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് സിങ്ക് വിത്ത് ഡ്രൈവ് മോഡ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡ്രൈവ് മോഡ് ഇപ്പോൾ ഞാൻ ചേഞ്ച് ആണെങ്കിൽ റെഡ് സ്പോട്ട് ഇട്ടപ്പോൾ റെഡായി. ഓക്കെ. ഡ്രൈവ് മോഡ് ചേഞ്ച് ചെയ്യണ അനുസരിച്ച് ഇവിടുത്തെ ലൈറ്റ് ചേഞ്ച് ആവും. സിറ്റി ഇട്ടപ്പോൾ കളർ ചേഞ്ച് ആയി. ഓക്കെ. നമ്മൾ പച്ചയായി. അതനുസരിച്ചായി. നമുക്ക് മ്യൂസിക് വെച്ച് സിങ്ക് ചെയ്യാൻ പറ്റും. അതായത് മ്യൂസിക്കിന്റെ അതനുസരിച്ച് ഈ ലൈറ്റ് കളർ ബ്ലിങ്ക് ചെയ്യുന്ന പോലെ. പിന്നെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് മോഡ്സ് ഉണ്ട് ഓൾറെഡി. ക്ലാം, സൺസെറ്റ്, ഓഷ്യൻ എല്ലാം നേച്ചർ നിൽക്കുന്നത്. നമുക്ക് നൈറ്റ് എടുക്കുന്ന സമയത്ത് നല്ല രസമായിരിക്കും. ഇതെന്താ സംഭവം?
അത് എക്സ്പ്രസ് കൂളിംഗ് എന്ന് പറഞ്ഞ ഫീച്ചറാണ്. നമ്മൾ പെട്ടെന്ന് കൂളാക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എക്സ്പ്രസ് കൂളിംഗ് ഇപ്പോഴേ വെയിലത്തൊക്കെ കിടക്കുവാണെങ്കിൽ ശരിക്കും ഇത് ഓൺ ആക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ ശരിക്കും ചൂടാണെന്നുണ്ടെങ്കിൽ ഈ വിൻഡോ ആദ്യം താഴും. ഈ വിൻഡോ താഴ്ന്നു കഴിഞ്ഞിട്ട് ബ്ലോവർ നല്ല സ്പീഡിലായിരിക്കും. ഇപ്പൊ ക്ലൈമറ്റ് ഓൾറെഡി ഉള്ളതുകൊണ്ടാണ്. പിന്നെ നമുക്കിത് ഓട്ടോ മോഡിലേക്ക് ആക്കാൻ പറ്റും. AC ഓഫ്. ഇതൊക്കെ എന്താ വണ്ടിയുടെ ലോക്കും ലോക്ക് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവിടെ കൊള്ളാലോ. ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ എയർ ബാഗ്സ് എത്ര എണ്ണം വരുന്നത്? എയർ ബാഗ് 6 വരുന്നത്. 6 എയർ ബാഗ്സ്. ഓക്കെ സ്റ്റാൻഡേർഡ് ബേസ് വേരിയന്റ് തൊട്ട് അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ. ചാർജില് ഇപ്പൊ ഈക്കോ മോഡില് 164 കാണിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ അത് സ്പോർട്സിലേക്ക് ആക്കിയപ്പോ 159 ആയി. പിന്നെ നമ്മൾ സിറ്റിയിലേക്ക് ആക്കിയപ്പോ 159. ഏറ്റവും കൂടുതൽ നമുക്ക് റേഞ്ച് കിട്ടുന്നത് എപ്പോഴും ഈക്വൽ തന്നെ ആയിരിക്കും. സ്പോർട്സ് മോഡ് മാക്സിമം പവർ ശരിക്കും വലിച്ചെടുക്കും. ഡ്രൈവർ അസിസ്റ്റ് എങ്ങനെയുണ്ട്? നമുക്ക് ഇതിൽ അഡാസിന്റെ ഫീച്ചർ ഉണ്ട്. അഡാസിന്റെ ഓപ്ഷൻസ് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ നമ്മള് റീജിയൻ മോഡ് ഓഫ് ചെയ്യും. ഇവിടെ ഗ്ലൗ ബോക്സ് ഇവിടെ ഡ്രൈവർ, ഇവിടെ വേറെ ഡ്രൈവറിന്റെ ബുക്ക് പോലെ എല്ലാം പറ്റും. ഇതിന്റെ അകത്തേക്കുണ്ടല്ലോ. സ്റ്റോറേജ് ഞാൻ ഇത്രയും ശ്രദ്ധിച്ചുള്ളായിരുന്നു. 45 വാട്ടിന്റെ അത് വയേർഡ്, പിന്നെ നോർമൽ ടൈപ്പ്, പിന്നെ 12 വോൾട്ടിന്റെ സോക്കറ്റ്, ഇവിടെ വയർലെസ് ചാർജ്. അത്യാവശ്യം ലോങ് ട്രിപ്പ് ഒക്കെ ഇത് നമ്മളെ പാർക്ക് ചെയ്യുന്നൊക്കെ നമ്മള് ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് ഈ ഓട്ടോ ഹോൾഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഈ ബ്രേക്ക് ചവിട്ടി പിടിക്കണ്ട. നമ്മൾ പിന്നെ ആക്സിലേറ്റർ ചവിട്ടി എടുത്താൽ മതി. വണ്ടി ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും പോകില്ല. അതിട്ടാൽ മതി. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. പിന്നെ ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നമുക്കതെല്ലാം സീറ്റിന്റെ ഹൈറ്റ് എല്ലാം നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് പൊങ്ങി വരുന്നു. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാല്ലേ? എൻ്റെ അവിടെ ലോക്ക് ചെയ്യാം. പിന്നെ വേറെ സെക്കൻഡിലേക്ക് കയറിയാലോ? 55 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ കപ്പ് ഹോൾഡർ വിത്ത് സീറ്റാണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്കൊരു 3-way അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഫോൾഡ് ചെയ്യാല്ലേ? അല്ല, നമുക്ക് ബാക്കിലേക്ക് 3-way അഡ്ജസ്റ്റബിൾ ആണ്. ഇതും ഹൈറ്റും ഇത് ചെയ്യാൻ പറ്റൂലേ? 3-way ഉണ്ട്. 3 രീതിയിൽ, അതായത് ചെറിയ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമുക്ക് ചാരി ഇരിക്കാനുള്ള ഓപ്ഷൻ. ലെതറേറ്റിന്റെ സീറ്റ്, ഐസോഫിക്സിന്റെ ഓപ്ഷൻ തന്നെ ഉണ്ട്. ചൈൽഡ് ഫിക്സിന്റെ രണ്ട് സൈഡിലുണ്ട് ലൈറ്റ്. നെറ്റ് മടക്കാം. ഇതിന്റെ ബൂട്ട് സ്പേസ് എത്ര വരുന്നത്? ബൂട്ടിൽ 500 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണല്ലേ. ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇതെന്താ സംഭവം? ഇവിടെയും സ്റ്റോറേജ് വരുന്നുണ്ടല്ലേ. ഇതെന്താ സംഭവം? ചാർജിങ് ഓപ്ഷനാണ്. ഇതിന്ന് വേറെ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും? വേറെ വണ്ടി EV വെഹിക്കിൾസ് ഈ വണ്ടിയിൽ നിന്ന് മറ്റൊരു വണ്ടിയിലേക്ക്, മറ്റൊരു വണ്ടിയിൽ നിന്ന് ഇതിലേക്ക് ചാർജ് ചെയ്യുന്ന ഓപ്ഷൻ. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. സബ് വൂഫർ വെച്ചാലും സ്പേസ് ഉണ്ട്. ഇത് നമ്മുടെ ചാർജർ, നോർമൽ ചാർജർ.
KCBയിൽ വരുമ്പോൾ മറ്റേ ഒരു സോക്കറ്റ് കൂടെ എക്സ്ട്രാ വരും. നമുക്ക് കൊണ്ടുനടക്കുന്നതല്ല, അതല്ല, അതിനകത്ത് വരുമ്പോൾ 3 താഴത്തെ പ്ലഗും കൂടെ വരുന്നത്. ഇവിടെ നമുക്ക് സ്പെയർ. ഇവിടെ സ്വിച്ചിൽ താഴ്ന്നു വരുമല്ലേ? ഇവിടെ ലൈറ്റ്സ്. ഓക്കെ, ഗസ്റ്റർ ഞാൻ ഒരു എങ്ങനെയാ കാല് വരും ഇവിടെ? ആയാ ഒന്ന് കാണിക്കുമോ? ഞാൻ വീഡിയോ എടുത്തോളാം. ഓക്കെ, ഇത് ഗസ്റ്റർ. സീവൻസൊക്കെ ഇങ്ങനെ ഇടണേ. ഒരു വണ്ടിയുടെ കീ സെറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനും അതുപോലെ ഹെഡ്ലൈറ്റ് വർക്കാവില്ലേ? പാർക്ക് ലൈറ്റ് വേണ്ട, ലൈറ്റ്സ് ഓൺ ചെയ്യുന്നതിനകത്ത് പറ്റും. പിന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതും റിമോട്ടിൽ തന്നെ. അതുപോലെ ക്ലോസിങ്ങും. തന്നെ ക്ലോസ് ആവും. ഇവിടെ മിറർ വരുന്നില്ല. എന്താ വെയിറ്റ് ഹെവി സാധനം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഈ ഒരു കർവ് EVയുടെ 7 വേരിയൻസ് ആണ് വരുന്നത്. അതിൽ ഇത് M-Power Plus A എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഈ ഒരു വേരിയൻറ്റിലാണ് ലെവൽ 2 ADAS ഫീച്ചർ വരുന്നത്. ഈ ഒരു വേരിയൻറ്റിന് ഏകദേശം 585 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നത്. അത് 55 എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിന്. ഇതുപോലെ 45 എന്നുള്ള വേരിയൻ്റ് ഉണ്ട്. അതിനകത്ത് നമുക്ക് 502 കിലോമീറ്റേഴ്സ് ആണ്. അത് 502 കിലോമീറ്റർ ആണ് റേഞ്ച്. അതുപോലെ തന്നെ ഇതിലേക്ക് വരുമ്പോൾ 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ്. ഇതിൻ്റെ താഴത്തേക്കുള്ള വേരിയൻസിലൊക്കെ 17 ഇഞ്ച് അലോയ് വീൽസ് ആണ്. ഇതിന് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു കളർ വേരിയൻറ്റ് വിർച്വൽ സൺറൈസ് എന്ന കളറാണ്. പിന്നെ ഡോർ ഓപ്പൺ ആയി കിടക്കുമ്പോൾ ബാക്കിൽ നിന്ന് വണ്ടികൾക്ക് കാണാൻ വേണ്ടി ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. IP67 റേറ്റഡ് ബാറ്ററി പാക്സും കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ താഴെയാണത്. ഗായ്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. നമുക്കിപ്പോൾ ഇന്ന് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യുന്നത് നമ്മുടെ ചേരാനൂരിലുള്ള ലെക്സൺ ടാറ്റയുടെ ഷോറൂമാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഈ ഒരു ഷോറൂമിൽ കോൺടാക്ട് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ജസ്റ്റ് ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്.